നീ എന്റെ പൊന്നാര മോനാ. ആണോ? ഞാനാണ് നിന്നെ ഇത്ര ആക്കി. അതെ ഗായ്സ്, പള്ളിക്കള്ളനായിരുന്നു. നീ ഒരു കാര്യം ചെയ്യ്, നീ ഏതായാലും മരിച്ചയാളുടെ DNA ടെസ്റ്റ് ചെയ്യണമെങ്കിൽ റീപോസ്റ്റ്മോർട്ടം ചെയ്യണമല്ലോ, കുഴി മാന്തണമല്ലോ. അപ്പം നീ അങ്ങനെ നിന്റെ റിസ്കിൽ നീ തന്നെ ചെയ്യണം, കേട്ടോടി കള്ളിത്താത്തെ. സോ ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രേണു സുധി ചേച്ചിയാണ് നമ്മുടെ ടോപ്പിക്ക്. ഇതുവരെ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നവരെ വിപിൻ ലാൽ, അതായത് ആ ഡയറക്ടർ വേഴ്സസ് രേണു സുധി, ഈ വിഷയം തീർന്നിട്ടില്ല ഇവിടെ. ഇപ്പോൾ താണ്ട് പുതിയ ഈ യൂട്യൂബ് ചാനൽസ്, അതായത് റിയാക്ഷൻ ചാനൽസ്, രേണു ചേച്ചിക്ക് എതിരായിട്ട് റിയാക്ഷൻ ചെയ്യുന്നവരെ ഓരോരുത്തരെയായിട്ട് രേഷ്മ ചേച്ചി എടുത്തു വെച്ച് അങ്ങ് തിരിച്ച് റിയാക്ട് ചെയ്യുക. പറയുന്ന കാരണങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആർക്കും സഹിക്കാൻ പറ്റത്തില്ല. എൻ്റെ പൊന്നു രേണു ചേച്ചി, കുറച്ചൊക്കെ ബുദ്ധി ഉപയോഗിച്ച് സംസാരിച്ചുകൂടി. ഇത് സോഷ്യൽ മീഡിയ, ഞാൻ തുടക്കം തൊട്ടേ പറയുന്ന ഒരു കാര്യം, വായിന്ന് പോകുന്ന വാക്ക് കൈവിട്ട് പോകുന്ന ആയുധം രണ്ടും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. ചേച്ചി ഈ പറയുന്നതിനൊക്കെ ഒരു ദിവസം ഖേദിക്കുക, അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അതേകൂട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സാ ഈ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ വന്ന് ചേച്ചി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. മരിച്ചു പോയിട്ടുള്ള ഒരു മനുഷ്യനെ പോലും വെറുതെ വിടാതെ പുള്ളിക്കാരനെ വലിച്ചഴിച്ചുകൊണ്ട് വന്ന് ചേച്ചി പറയുന്ന ഓരോ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. സുധിച്ചേട്ടനെ ഇതുവരെ വിട്ടിട്ടില്ല. രേഷ്മ ചേച്ചി ഓരോ കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതായത് ചേച്ചിക്ക് വീണ് കിട്ടിയ ഒരു ചാൻസ് ഇല്ലേ, അതായത് ഈ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ചേച്ചിക്ക് കിട്ടിയ ഏകപ്പാടുള്ളൊരു ചാൻസാണ്. ഈ ഇടയ്ക്ക് കുറച്ച് ദിവസമായിട്ട് രേഷ്മ ചേച്ചി ഒന്ന് അണഞ്ഞു നിൽക്കുമായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ. കാരണം കണ്ടന്റ് ഒന്നുമില്ല. രേഷ്മ ചേച്ചി എല്ലാവരും അങ്ങ് വിട്ടായിരുന്നു. റിയാക്ഷൻ ചാനൽസൊക്കെ വേറെ ടോപ്പിക്കിൻ്റെ പുറകെ പോയപ്പം ഭാഗ്യം എന്തോ ഗോൾഡൻ ചാൻസുമായി ഈ ഒരു വിഷയം വന്ന് വീണേക്കുന്നത്. അതായത് നമ്മുടെ ഈ ഡയറക്ടറിൻ്റെ ഒരു ഇഷ്യൂ, അവിടെ കണ്ട് വെള്ളം അടിച്ച് വഴക്കുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഈ വിപിൻ ലാൽ എന്ന് പറഞ്ഞ ഡയറക്ടർ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുള്ള ഒരു റിയാക്ഷൻ ചാനലിൽ വന്നിട്ട്. അപ്പോൾ ആ ഒരു സംഭവത്തിനെ തുടർന്നിട്ട് നമ്മുടെ രേണു ചേച്ചി വന്നിരുന്ന അങ്ങ് ആ വിഷയം ഗുരുതരമാക്കിക്കൊണ്ടിരിക്കുക. പിന്നെ അങ്ങ് കണ്ടന്റ് ആ കണ്ടന്റ് വെച്ച് രേഷ്മ ചേച്ചി അത്യാവശ്യം ഈ മാസത്തേക്കുള്ള കണ്ടന്റ് എല്ലാം റെഡിയാക്കി കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. എന്തായാലും ചേച്ചി ആണെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ റിയാക്ഷൻ ചാനലിനെതിരായിട്ട് രേഷ്മ ചേച്ചിയുടെ സ്റ്റോറി വഴി വന്നൊരു മറുപടി കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ കേട്ടിരിക്കണം. എന്തായാലും നിങ്ങളൊന്ന് കേട്ട് ഞാൻ പറയാം ബാക്കി. എടി ഷഫീന ബീവി, നീ കുറെ നാളായി തുടങ്ങിയിട്ട് എൻ്റെ ഇളയ കുഞ്ഞിൻ്റെ പിതൃത്വം തെളിയിക്കണം. ഓക്കെ, തെളിയിക്കാം. നീ ഒരു കാര്യം ചെയ്യും, നിന്റെ ചെലവിന് നീ തെളിയിച്ചിട്ട് പോയാൽ മതി. നിന്റെ ചെലവിന് നീ ഏതായാലും സുധിച്ചേട്ടൻ മരിച്ചു പോയല്ലോ, കല്ലറയിൽ ചെന്ന് റീപോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് നീ DNA എൻ്റെ പൊന്നു രേണു ചേച്ചി, ചേച്ചിക്ക് കുറച്ച് ഉളുപ്പ് ഇല്ലെന്നറിയാം, എങ്കിൽ പോലും ചോദിച്ചെന്നേ ഉള്ളൂ. കുറച്ച് ഉളുപ്പുണ്ടോ? എന്തൊക്കെയാ വന്ന് പറയുന്നേ? എത്രായിരം പേര് കാണുന്ന ഒരു ഇതിലാ ചേച്ചി വന്ന് പറയുന്നതെന്ന് ചേച്ചിക്ക് വല്ല ബോധ്യമുണ്ടോ? ആ മരിച്ചു പോയി ആ ചേട്ടനാണെങ്കിൽ ജീവനോടിരുന്നപ്പോഴേ സമാധാനം എല്ലാം ഓട്ടം തന്നെയായിരുന്നു. പിന്നെ ഈ മരിച്ചു കഴിഞ്ഞെങ്കിലും കുറച്ച് സമാധാനം കൊടുത്തൂടെ? മരിച്ചൊരാളുടെ പേര് പിന്നെ റീച്ചിന് വേണ്ടി വെറുതെ വലിച്ചടിച്ചുകൊണ്ട് വരുക ഈ രേഷ്മ ചേച്ചി. പറയുന്നത് ചേട്ടൻ്റെ കുഴി മാന്തി ചേട്ടനെ എടുത്ത് റീപോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന്. എൻ്റെ പൊന്ന് രേഷ്മ ചേച്ചി, ഇതിനോടൊന്നും ഒരിക്കലും എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും, ചേച്ചി എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. സംഭവമൊക്കെ ശരിയാണ്, ഡയറക്ടറിൻ്റെ ഒരു വിഷയം വന്ന് നമുക്ക് അംഗീകരിക്കാൻ ഒക്കത്തില്ല. ഡയറക്ടറുമായിട്ട് നമ്മൾ സപ്പോർട്ടില്ല, ചേച്ചിയുമായിട്ട് നമ്മൾ സപ്പോർട്ടില്ല. രണ്ടുപേരെ അംഗീകരിക്കാൻ പറ്റത്തില്ല. രണ്ടുപേരുടെ കയ്യിലും കുറ്റമുണ്ട്, ചക്കിക്കൊത്ത ചങ്കരൻ. അപ്പോൾ ഇവിടെ വന്ന് സുധിച്ചേട്ടനെ വലിച്ചടിച്ച് സുധിച്ചേട്ടൻ്റെ ആ കുഴി മാന്തിയിട്ട് സുധിച്ചേട്ടനെ എടുത്ത് പിന്നെ റീപോസ്റ്റ്മോർട്ടം ചെയ്യണം, നീ ചെയ്യടി എന്ന് രേഷ്മ ചേച്ചി എടുത്തെടുത്ത് പറയുന്നത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എൻ്റെ പൊന്ന് രേഷ്മ ചേച്ചി, ഈ സുധിച്ചേട്ടൻ്റെ വീട്ടുകാർ ഇതൊന്നും കാണുന്നില്ലയോ? നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ആ സുധിച്ചേട്ടൻ്റെ വീട്ടുകാർ എന്തോരം വിഷമം അനുഭവിക്കുന്നുണ്ടായിരിക്കും ഈ രേണു ചേച്ചി ഇങ്ങനെ വന്ന് സോഷ്യൽ മീഡിയ പറയുന്നത് കൊണ്ട്. ആ സുധിച്ചേട്ടൻ്റെ ആ കിച്ചുചേട്ടൻ എന്തോരം ഡ്രോമ അനുഭവിക്കുന്നുണ്ടായിരിക്കും ഈ രേഷ്മ ചേച്ചിയുടെ ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സ് കാണുമ്പം. കിച്ചുചേട്ടൻ്റെ കൂട്ടുകാരൊക്കെ കാണുന്നതായിരിക്കുമേ. ആ സുധിച്ചേട്ടനെ വീണ്ടും നാറ്റിക്കാവുന്നതിൻ്റെ പരമാവധി നാറ്റിച്ച് രേഷ്മ ചേച്ചി ഒരു പരുവാക്കി വെച്ചേക്കുക. ഇനിയെങ്കിലും കുറച്ച് സമാധാനം മരിച്ചൊരു കൊടുക്ക്, മരിച്ചു കഴിഞ്ഞെങ്കിലും കുറച്ച് സമാധാനം കൊടുക്ക്. നീ വാചകം അടിച്ചാൽ മതി. നിന്റെ ചെലവ് എനിക്കും ഇതിനെ തെളിയിക്കണോടി. നീ തന്നെ തെളിയിച്ചോ. നീ ഒരു കാര്യം ചെയ്യും, നീ ഏതായാലും മരിച്ചയാളുടെ DNA ടെസ്റ്റ് ചെയ്യണമെങ്കിൽ റീപോസ്റ്റ്മോർട്ടം ചെയ്യണമല്ലോ, കുഴി മാന്തണമല്ലോ. അപ്പം നീ അങ്ങനെ നിന്റെ റിസ്കിൽ നീ തന്നെ ചെയ്യണം, കേട്ടോടി കള്ളിത്താത്തെ. നോക്കിക്കോണേ, വിഷയം അങ്ങ് ഗുരുതരമാക്കാൻ വേണ്ടി രേഷ്മ ചേച്ചിയുടെ ഒരു ക്യൂരിയോസിറ്റി നിങ്ങളൊന്ന് നോക്കിക്കോണേ. എങ്ങനെയെങ്കിലും ഈ വിഷയം അങ്ങ് കൂട്ടി കൊണ്ടുപോയിട്ട് രേഷ്മ ചേച്ചിക്ക് നല്ല റീച്ച് കയറണം. ഇത് തന്നെ നമ്മുടെ റിയാക്ഷൻ ചാനൽസിനൊക്കെ രേഷ്മ ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ നെഗറ്റീവ് ഓളികൾ, കണ്ടന്റ് ഓളികൾ, കമന്റ് ഓളികൾ, പല വിധത്തിലുള്ള പേരിട്ട് രേഷ്മ ചേച്ചി അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്ന് പറയുന്ന ഓരോരോ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇവരാണെങ്കിൽ എന്നെ മാത്രം വെച്ചാൽ കഞ്ഞു കുടിച്ച് പൊക്കോണ്ടിരിക്കുന്നത്, എൻ്റെ കണ്ടന്റ് ഇല്ലായിരുന്നെങ്കിൽ ഇവരെന്തോ ചെയ്തതെന്ന്. ഈ ഒറ്റ ഒരു വിഷയം കാണാൻ രേഷ്മ ചേച്ചി ഒരു മാസത്തേക്ക് ആ കണ്ടന്റ് വിട്ടിട്ട് വേറൊരു പരിപാടിക്കും പോകത്തില്ല. കണ്ടു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ കിച്ചുചേട്ടൻ്റെ ഒരു വിഷയം വന്നപ്പോഴാണെങ്കിൽ പോലും നല്ല രീതിക്ക് ചേച്ചി അത് വെച്ച് റീച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇടുന്ന ഡയറക്ടറിൻ്റെ ആ വഴക്ക് വെച്ച് രേഷ്മ ചേച്ചി ഇപ്പോൾ 10-20 വീഡിയോ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. സ്റ്റോറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രേഷ്മ ചേച്ചി പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ്സ് കേൾക്കണം. നിങ്ങളൊന്ന് കണ്ണ് നിറഞ്ഞു, അമ്മാതിരി സ്റ്റേറ്റ്മെൻറ്റ്സാണ്.
നമുക്ക് തന്നെ അങ്ങനെ തോന്നുന്നു. അപ്പോൾ പിന്നെ ആ വീട്ടുകാരുടെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. ഒരു മനുഷ്യനും ഇങ്ങനൊന്നും വന്ന് ഇത്രയും പേര് കാണുന്ന പ്ലാറ്റ്ഫോമിൽ വന്ന് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. അതും ഇത്രയും ഒരാളെ പരമാവധി നാറ്റിക്കാവുന്നതിൻ്റെ പീക്ക് ലെവലിൽ നിന്നാണ് നാറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തോരം ആൾക്കാർ കാണുന്നതാ, ആ ഒരു ബോധമെങ്കിലും വേണ്ടേ. ഇനിയിപ്പോൾ ഇത് മാത്രമല്ല, ഇതിനെ തുടർന്നിട്ട് ഒരെണ്ണം കൂടി ഇട്ടിട്ടുണ്ട്. ഷബീനെ തീർത്താത്ത നിന്റെ പുറകിൽ ആരൊക്കെയാണ് എന്ന് എനിക്കറിയില്ല. നിന്റെ പുറകിൽ ആരുണ്ടേലും ഇല്ലേലും എനിക്ക് വിഷയമല്ല. നീ എൻ്റെ ഇളയ കുഞ്ഞിൻ്റെ DNA ടെസ്റ്റ് നടത്തണം, പിതൃത്വം തെളിയിക്കണമെന്ന് പറഞ്ഞ് നടക്കുമല്ലേ. നീ ഒരു കാര്യം ചെയ്യും, ഞാൻ ഈ പറഞ്ഞ പോലെ നീ അത് ചെയ്ത് കാണിക്കുന്നു. നീ കാണിക്കണം. നീ പെണ്ണാണെങ്കിൽ, നീ നല്ല തന്തയ്ക്ക് പറഞ്ഞവളാണ്, നീ കാണിക്കണോടി. നീ DNA ടെസ്റ്റ് എടുക്കും. രേണു ചേച്ചി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് മുമ്പിലോട്ട് വെച്ച് കൊടുക്കുമ്പോൾ അവർ ഇതിനെ തുടർന്നിട്ട് റിയാക്ഷൻ വീഡിയോ തിരിച്ചിടുക ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്. അപ്പോൾ അത് വെച്ചിട്ട് അവിടെ നിന്ന് ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി അല്ലെങ്കിൽ നെഗറ്റീവ് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയാണ് രേഷ്മ ചേച്ചി ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ മുമ്പിലോട്ട് വെച്ചേക്കുന്നത്. അത് കുറച്ച് ചോറ് കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെ. എൻ്റെ പൊന്നു രേണു ചേച്ചി ആണെങ്കിൽ തുടക്കം തൊട്ടേ എന്തെങ്കിലും ഒരു നെഗറ്റീവ് റീച്ചിനോ നെഗറ്റീവ് പബ്ലിസിറ്റിക്കോ വേണ്ടിയിട്ടുള്ള ഇതേ കൂട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് മുമ്പിലോട്ട് വെച്ച് റീച്ച് പിടിക്കുന്ന കാര്യങ്ങൾ തുടക്കം തൊട്ടേ കണ്ടോണ്ടിരിക്കുക. ആ സമയത്തൊക്കെ രേഷ്മ ചേച്ചി ഇങ്ങനെ വന്ന് എന്തെങ്കിലുമൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് മുമ്പിലോട്ട് വെക്കുമ്പോൾ വിശ്വസിക്കുന്ന കുറേ പേരുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും വിശ്വസിക്കുന്ന ആരുമില്ല. രേഷ്മ ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് ഫാൻസ് ഉണ്ടെന്നും പറഞ്ഞാൽ രേഷ്മ ചേച്ചി ഇങ്ങനെ അടുത്തങ്ങ് ഡയലോഗ് അടിക്കുന്നത്. അതായത് ചേച്ചി പറയുന്നതെന്ന് പറയുമ്പോൾ എൻ്റെ ജനങ്ങൾ മൊത്തം എൻ്റെ പിന്നാലെ ഉണ്ടെന്ന്, ജനങ്ങൾ മുഴുവൻ എൻ്റെ സപ്പോർട്ടിന് വേണ്ടി, എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ കണ്ണും പൂട്ടി എനിക്ക് സപ്പോർട്ടിന് വേണ്ടി വരുന്ന ജനങ്ങൾ എൻ്റെ പിന്നിലുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നതല്ല, രേണു ചേച്ചി തന്നെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളത് കേട്ട് നോക്ക്. ജനങ്ങളുണ്ട് എൻ്റെ കൂടെ, ഞാൻ എന്തിനാ ഒറ്റപ്പെടുന്നത്? പേഴ്സണലി ചില സമയങ്ങളിൽ നമ്മൾ ഒറ്റപ്പെട്ട് ഫീലിങ്സ് ഉണ്ട്. പക്ഷെ അല്ലാത്തപ്പോൾ എനിക്ക് നല്ല കുറെ എന്താ പറയാ, ഞാൻ പറഞ്ഞ പോലത്തെ എൻ്റെ വീട്ടുകാർ, എൻ്റെ ചേച്ചി ഫാമിലി, എൻ്റെ കരീഷ്മ, ജാസി, അതുപോലെ ശ്രുതി സിത്താര, അവിടുത്തെ കുറെ കുറെ പേര്, സ്വീറ്റി മമ്മി, അതുപോലെ ദിയാസന, അങ്ങനെ കുറെ, സജിന ചേച്ചി, ശ്രീതു, അങ്ങനെ കുറെ പേര്, ശക്തരായിട്ടുള്ള കുറെ പേര് എൻ്റെ കൂടെ ഉള്ളത് ഞാൻ എന്തിനാണ് വിഷമിക്കുന്നത്. എൻ്റെ പൊന്നെ, ഇനി എനിക്ക് ചിരിക്കാൻ വയ്യ, എന്നെ നിർബന്ധിക്കല്ലേ. കാരണം ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ആ വീഡിയോ ഞാൻ നേരത്തെ ഡൗൺലോഡ് ചെയ്തപ്പോഴേ ചിരിച്ച് എൻ്റെ അടപ്പിളകിയിരിക്കും. എൻ്റെ പൊന്നെ രേണു ചേച്ചി പറയുന്നത് കേട്ടോ, ജനങ്ങൾ മുഴുവൻ എനിക്കെതിരെയായിട്ട് ആരെങ്കിലും വീഡിയോ ചെയ്താൽ അത് തടയാൻ വേണ്ടി ആ വജ്രായുധം മാതിരി എൻ്റെ ഫ്രണ്ടിൽ കയറി നിൽക്കും എൻ്റെ ജനങ്ങൾ. ആയിരക്കണക്കിന് ജനങ്ങൾ എൻ്റെ മുമ്പിലുള്ളപ്പം, അതായത് പിൻപിലും മുൻപിലും ഉള്ളപ്പം ഞാൻ എന്തിനു പേടിക്കണം, പറയൂ നിങ്ങൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഓപ്പോസിറ്റ് ചെയ്യുന്ന വീഡിയോക്കാരൻ ചേച്ചി എടുത്ത് ചോദിക്കുകയാണ് ഒരു ചോദ്യം. അതായത് രേഷ്മ ചേച്ചി ആരൊക്കെയാണ് ചേച്ചി സപ്പോർട്ട് ചെയ്യുന്ന ആ ജനങ്ങൾ, കുറച്ച് പേരുടെ പേര് പറയൂ. അത് പിന്നെ കുറച്ച് പേരുടെ അല്ല, ഞാൻ മുഴുവൻ ആൾക്കാരുടെ പേര് പറയാം. എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, പിന്നെ എൻ്റെ വീട്ടുകാർ, എൻ്റെ സഹോദരങ്ങൾ, പിന്നെ എൻ്റെ മാനേജർ കരിഷ്മ. എൻ്റെ പൊന്ന് രേണു ചേച്ചി ഇപ്പോഴും കുറച്ച് ബോധം വെച്ചിട്ടില്ല കേട്ടോ. എന്തോ സംസാരിക്കണം, എന്തൊക്കെ പറയണം, എവിടെ വന്ന് എന്തൊക്കെ സംസാരിക്കണമെന്ന് ഒരു ബോധ്യം രേഷ്മ ചേച്ചിക്കില്ല. ഇനി ഇതേ റിലേറ്റ് ചെയ്തിട്ട് കിച്ചുചേട്ടൻ്റെ ഒരു വിഷയം ഇപ്പം പിന്നെയും കത്തിക്കൊണ്ടിരിക്കുക. അതായത് കിച്ചുചേട്ടനാണെങ്കിൽ അമ്മൂമ്മയുടെ കൂടെ ഇരുന്നൊരു വീഡിയോ ഇടുന്നുണ്ട്. അത് പിന്നെയും ഒന്ന് വൈറലായിട്ടുണ്ട്. ഞാൻ ആ വീഡിയോ കൂടെ താഴെ ഒന്ന് വെച്ച് തരാം, നോക്കിക്കോ. ഗോമുട്ടി, എന്നെ കുറിച്ച് 2 വാക്ക് പറ. ഇയാള് എന്റെ കുട്ടന്റെ പെണ്ണു പറഞ്ഞുകൊണ്ട് ഞാൻ ചുമക്കുന്നു. വേറെ 2 വാക്കുകൂടെ പറയാൻ. വേറെ 2, നീ എന്റെ പൊന്നാര മോനാ, ഞാനാണ് നിന്നെ ഇത്ര ആക്കി. അതെ ഗായ്സ്, പള്ളിക്കള്ളനായിരുന്നു. ഉമ്മാരോ ജയ്ജിത്തിന്റെ ഹാപ്പി ബർത്ത്ഡേ എന്നറിയോ? എന്നാ എന്നിട്ടൊന്നും കൊണ്ടുവന്നില്ല. ഇന്ന് രാത്രി നമ്മള് കേക്ക് മുറിക്കാൻ പോകുന്നത്. ആന്നാ? യെസ്. ഹാപ്പി ബർത്ത്ഡേ ടു യു രജിത്ത്. ഹാപ്പി ബർത്ത്ഡേ. കണ്ടല്ലോ, ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് വലുതായിട്ടൊന്നും തോന്നില്ല. അതായത് സാധാരണ ഒരു വീഡിയോ അവർ തമ്മിലുള്ള സ്നേഹം കാണിക്കാൻ വേണ്ടി കിച്ചുചേട്ടൻ എടുത്തൊരു റീൽസ് ആയിട്ട് ഇട്ടിട്ടുള്ളൂ. പക്ഷേ ഇതിനകത്ത് ഇടയ്ക്ക് വെച്ചൊരു ഡയലോഗ് പറയുന്നുണ്ട്. അത് നല്ല രീതിക്ക് തന്നെ വിവാദമായിട്ടുണ്ട് ഇതിനോടകം തന്നെ. അതിനകത്ത് അമ്മ പറയുന്നുണ്ട്, എൻ്റെ പൊന്നുമോനാ, നീ നിന്നെ നോക്കി വളർത്തിയത് ഞാനാന്ന്. അപ്പോൾ ആ ഒരു ഡയലോഗിന് എഗെയിൻസ്റ്റ് ആയിട്ട് കുറേ നെഗറ്റീവ് വോളുകൾ വന്ന് കമൻറ്റ് അയക്കുന്നുണ്ട് അതിൻ്റെ താഴെയായിട്ട്. അതായത് അതെങ്ങനെ ശരിയാവനാ, നമ്മുടെ സുധിച്ചേട്ടൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ ഞാനല്ലേ നിന്നെ നോക്കിയിട്ടുള്ളത്, അതേ കൂട്ട് തന്നെ ഇതേയുള്ള സ്റ്റേജ് പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോൾ സ്റ്റേജിൻ്റെ ബാക്ക് സ്റ്റേജിൽ നിന്നെ ഉറക്കി കിടത്തിയിട്ടാണ് ഞാൻ പ്രോഗ്രാമിനൊക്കെ പോയിട്ടുള്ളതെന്ന് സുധിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഈ അമ്മ പറയുന്നതിനെ എങ്ങനെ യോജിക്കാമെന്ന്. ഇതിനകത്ത് എല്ലാത്തിലും ഈ നെഗറ്റീവ് പറയാൻ വേണ്ടി കുറച്ച് പേരുണ്ട് കേട്ടോ. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും കൊള്ളാം, 1-2 ദിവസം വല്ല സുധിച്ചേട്ടൻ അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞു. പക്ഷേ ഈ ഒരു അമ്മ ഇപ്പോൾ കാണിക്കുന്ന ആ ഒരു സ്നേഹം ഒരിക്കലും രേണു ചേച്ചിയുടെ കയ്യിൽ നിന്ന് കിച്ചുചേട്ടന് കിട്ടിയിട്ടില്ല. നമ്മൾ ഇതുവരെ അത് കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് ബിഗ് ബോസിലും അങ്ങനെയുള്ള ദൂരെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ രേഷ്മ ചേച്ചി പറയുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ എനിക്കാണെങ്കിൽ എൻ്റെ മക്കളെ കാണണം, കിച്ചുവിനെ കാണണം, ഋതപ്പനെ കാണണം. എന്നിട്ട് വന്നു കഴിയുമ്പോൾ അവരുടെ അടുത്ത് നിൽക്കാൻ ഇച്ചിരി സമയമില്ല, അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം
ചേച്ചിയുടെ ഇല്ല, അവർക്ക് വേണ്ടി കുറച്ച് നേരം സംസാരിക്കത്തില്ല. അങ്ങനെ തിരക്കുകളിൽ പെട്ട് രേഷ്മ ചേച്ചി ഇങ്ങനെ അങ്ങ് പൊക്കോണ്ടിരിക്കുക. ഇവർക്കൊക്കെ സ്നേഹം കൊടുക്കാൻ വേണ്ടി ഇതേപോലുള്ള അമ്മയൊക്കെ ഉള്ളൂ. ആ അമ്മ കൊടുക്കുന്ന സ്നേഹം കണ്ടില്ലേ? വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഏതൊരു അമ്മയ്ക്ക് സന്തോഷമാവുന്ന ഒരു കാഴ്ച തന്നെ അത് കാണാൻ പറ്റിയത്. എന്തായാലും അമ്മയ്ക്ക് ആ കിച്ചു ചേട്ടൻ്റെ അടുത്തുള്ള സ്നേഹം നിങ്ങളൊന്ന് നോക്കിക്കോണേ. എന്തായാലും കൊള്ളാം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട അമ്മ. എന്തായാലും ഇതിനോടകം തന്നെ ഈ വീഡിയോ നല്ല രീതിക്ക് വിവാദത്തിൽ പോയിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് രേണു ചേച്ചിക്ക് നെഗടിക്കാൻ വേണ്ടി നല്ല സാധ്യതയുണ്ട്, നല്ലൊരു നെഗറ്റീവ് കയറി. രേഷ്മ ചേച്ചിക്ക് വേണ്ടത് അത് തന്നെയല്ലേ? അതുകൊണ്ട് വെയിറ്റ് ആൻഡ് സീ, കണ്ടും കാത്തു നിന്നറിയാം. ഇനിയിപ്പോൾ രേഷ്മ ചേച്ചി സാധാരണക്കാരെ പോലെ ചോറും രസവും കഴിക്കുന്നത് നിങ്ങൾക്ക് കാണണോ? സാധാരണക്കാരെ പോലെ കേട്ടോ, സെലിബ്രിറ്റിയുടെ കൂട്ടല്ലേ. സെലിബ്രിറ്റികളൊക്കെ തിന്നുന്നത് വേറൊരു രീതിയിലാണ്, കൈ ഇങ്ങനെ ചുറ്റി കൊണ്ടുവന്ന് കൈ കറക്കി ഇങ്ങനെയാണ് തിന്നുന്നത്. രേഷ്മ ചേച്ചി കഴിക്കുന്നത് സാധാ ആൾക്കാർ കഴിക്കുന്ന കൂട്ടം കേട്ടോ. അതുകൊണ്ട് അങ്ങനെ കൊടുത്തേക്കാം, നിങ്ങൾ കണ്ടു നോക്ക്. അതേ സുഹൃത്തുക്കളെ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രേഷ്മ ചേച്ചി പാവങ്ങളെ പോലെ, അതേ പാവങ്ങളിൽ ഒരാളായിട്ട് രേഷ്മ ചേച്ചി ചോറും രസവും മാത്രം കഴിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഒരു സെലിബ്രിറ്റിയും സാധാരണക്കാരെ പോലെ ചോറ് കഴിക്കുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. സെലിബ്രിറ്റികൾ വെറൈറ്റി പിടിക്കുമ്പോൾ രേണു ചേച്ചി പാവങ്ങളിൽ ഒരാളെ പോലെയാണ് ചോറ് കഴിക്കുന്നത്. അതെ, കണ്ടില്ലേ? ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണോ എന്തോ ഈ വീഡിയോക്കാളും കൂടുതലായിട്ട് ഞാൻ ശ്രദ്ധിച്ചത് എൻ്റെ ക്യാപ്ഷൻ. ഈ ക്യാപ്ഷനുകളെ കൊണ്ട് എന്തോ ചെയ്താൽ പറ്റുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് ക്യാപ്ഷൻ കൊടുത്തേക്കുന്നത് സാധാരണക്കാരെ പോലെ ചോറ് കഴിക്കുന്ന രേഷ്മ ചേച്ചി, അത് രേഷ്മ ചേച്ചിയുടെ, അതായത് സെലിബ്രിറ്റി ആയ രേഷ്മ ചേച്ചിയുടെ എളിമ കണ്ടു പഠിക്കണമെന്ന്. അയ്യോ, മാതൃകയാക്കാൻ പറ്റിയൊരു ചേച്ചി ഇല്ലേ ഈ രേഷ്മ ചേച്ചി? എല്ലാവരും കണ്ടേ? അയ്യോ എൻ്റെ പൊന്നെ, അറിയാതെ പോലും ഒന്ന് മാതൃക ആക്കിയേക്കല്ലേ. ഇതേ കൂട്ടാവുന്നതിനേക്കാളും ഭേദം വീട്ടിൽ തന്നെ കുത്തിയിരിക്കുന്നതാണ്. അതേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു സെലിബ്രിറ്റി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. സ്വഭാവം കൊണ്ട് അത്രയ്ക്ക് നല്ല സ്വഭാവമുള്ള രേഷ്മ ചേച്ചി, നല്ല സ്വഭാവം. വീട്ടുകാർക്കും പ്രിയ, അതേപോലെ തന്നെ നാട്ടുകാർക്കും പ്രിയ. അഭിനയത്തിന് പോയി കഴിഞ്ഞാൽ അവിടെ വേറൊരു പ്രിയ, പിന്നെ പാട്ടുകാരി വേറൊരു പ്രിയ, ഡാൻസുകാരി വേറൊരു പ്രിയ. പക്ഷേ വിവരക്കേടിന് മാത്രം ഒരു കുറവും. എല്ലാം കൊള്ളാൻ കേട്ടോ. ഇത് ഇത്രയും കണ്ട വെച്ചിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുമ്പോൾ രേഷ്മ ചേച്ചിയുടെ നെഗറ്റീവ് കണ്ടന്റ് ഇതും കൊണ്ടൊന്നും തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഡയറക്ടർ വേഴ്സസ് രേണു സുധി വിഷയം ഭയങ്കരമായിട്ട് കട്ടിയായിക്കൊണ്ടിരിക്കില്ല എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ എവിടെയെങ്കിലുമൊക്കെ പോയി ഇന്റർവ്യൂ കൊടുക്കും. രേണു ചേച്ചി അതുകൊണ്ട് വന്ന് ഇൻസ്റ്റാഗ്രാമിൽ വന്ന് പൊരിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഈ വിപിൻലാലിനെ നമുക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം പുള്ളിക്കാരനെ കാണുമ്പോഴേ അറിയാം എന്തെങ്കിലും കൂടായ്പ കൈ കാണുമെന്ന്. അതേപോലെ തന്നെ രേണു ചേച്ചി സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതും പറ്റത്തില്ല. കാരണം രേഷ്മ ചേച്ചി കാട്ടി കൂട്ടിയിട്ടുള്ളതിൻ്റെ തിരിച്ചടിയായിട്ട് ഈ സംഭവം വന്നിട്ടുള്ളതെന്ന് ആൾക്കാരൊക്കെ പറഞ്ഞു. പ്രത്യേകിച്ച് അമ്മമാരാ ഇങ്ങനെയുള്ള കമൻറ്റ് അയക്കുന്നത്. അപ്പോൾ നിങ്ങൾ അമ്മമാർ കമൻറ്റ് അയക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, രേഷ്മ ചേച്ചി അവരുടെയൊക്കെ മനസ്സിൽ എന്തോരം വെറുപ്പ് സമ്പാദിച്ചിട്ടുണ്ടോയെന്ന്. അവരൊക്കെ ഈ കാണുന്ന ഒരു ഇതെന്ന് പറയുമ്പോൾ രേഷ്മ ചേച്ചി വെറും റീച്ചിന് വേണ്ടി എന്ത് വേണമെങ്കിലും കാട്ടിക്കൂട്ടുന്ന ഒരു ചേച്ചിയായിട്ടാണ്. എന്തായാലും കൊള്ളാൻ കേട്ടോ. ഇത്രയും വെറുപ്പ് സമ്പാദിക്കാൻ പറ്റിയ രേഷ്മ ചേച്ചിക്ക് വലിയൊരു കയ്യടി തന്നെ നൽകണം, വലിയൊരു സല്യൂട്ട് നൽകുന്നു കേട്ടോ, വലിയൊരു സല്യൂട്ട് നൽകുന്നു. എന്തായാലും ഇതിനെ സംബന്ധിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യണം. കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും അറിയണം. രേണു ചേച്ചിയെ പറ്റിയുള്ള നിങ്ങളുടെ ഒന്ന് മതിപ്പ് എനിക്കൊന്ന് അറിയാൻ വേണ്ടി. എന്തായാലും ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ചെയ്തേക്കാം, ചാനൽ സബ്സ്ക്രൈബും ചെയ്തേക്കാം, ബെല്ലും എന്നെ അവിടെ വെച്ചേക്കാം, വീഡിയോ ഒന്ന് ഹൈപ്പും ചെയ്തേക്കാം. അപ്പോൾ കുറച്ചൊരു ലെഫ്റ്റിലോട്ട് പോട്ടെ, കുറച്ചൊരു റൈറ്റിലോട്ട് പോട്ടെ. ഞാൻ സ്ട്രൈറ്റ് പോകാം. അടുത്ത ദിവസം നല്ലൊരു ടോപ്പിക്കായിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.